وأسروا قولكم أو اجهروا به إنه عليم بذات الصدور. السلام عليكم ورحمة الله وبركاته. الحمد لله وكفى والصلاة والسلام على من لا نبي بعده. نصلي ونسلم على أشرف الأنبياء والمرسلين، أما بعد. الفائزين برضا الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. فإذا نقر في الناقور فذلك يومئذ يوم عسير على الكافرين غير يسير. ذرني ومن خلقت وحيدا وجعلت له مالا ممدودا وبنين شهودا ومهدت له تمهيدا ثم يطمع أن أزيد كلا إنه كان لآياتنا عنيدا سأرحقه صعودا. പ്രിയപ്പെട്ട വിശ്വാസികളെ, വിശ്വാസിനികളെ, അള്ളാഹുവിനെ ഭയപ്പെട്ടും അവന് വഴിപ്പെട്ടും അള്ളാഹുവിൻ്റെ സ്വർഗം നേടിയെടുക്കുവാൻ അള്ളാഹു നൽകിയിട്ടുള്ള അവസരങ്ങളെ കഴിവിൻ്റെ പരമാവധി ഉപയോഗപ്പെടുത്തണമെന്ന് സ്വന്തത്തോടെന്ന പോലെ ഏവരോടും ഏറെ ഗൗരവത്തോടെ ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു അതിന് നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ നിമിഷം വരെ നമ്മിൽ നിന്ന് വന്നുപോയ എല്ലാ തെറ്റുകളും കുറ്റങ്ങളും അള്ളാഹു നമുക്ക് വിട്ടുപുറത്ത് മാഫാക്കി നൽകുമാറാവട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് അള്ളാഹു മഗ്ഫിറത്ത് മർഹമത്ത് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന എല്ലാവരുടെയും എല്ലാ രോഗങ്ങളും അള്ളാഹു ഷിഫ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. 74-ാം അധ്യായമായ സൂറത്തുൽ മുദ്ദസിറാണ് നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിലെ 7 ആയത്തുകൾ അൽഹംദുലില്ലാ നാം പഠിച്ചു കഴിഞ്ഞു. ഇന്നത്തെ ക്ലാസ്സിൽ 8 മുതൽ 17 വരെയുള്ള ആയത്തുകളാണ് നാം പഠിക്കുന്നത്. കഴിഞ്ഞ ആയത്തുകളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിച്ചുകൊണ്ട് അള്ളാഹു ചില കാര്യങ്ങൾ ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. പ്രിയപ്പെട്ട പ്രവാചകനോടുള്ള ഉപദേശമാണെങ്കിലും നിർദ്ദേശമാണെങ്കിലും ആ ആയത്തുകളിൽ നമുക്കും കൃത്യമായ പാഠങ്ങളുണ്ട്. ആ പാഠങ്ങൾ, സന്ദേശങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട് എന്ന് ഉറപ്പുവരുത്താൻ നമുക്ക് കഴിയണം. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. 8, 9, 10 ആയത്തുകൾ അന്ത്യനാളുമായി ബന്ധപ്പെട്ടുള്ള ചില പരാമർശങ്ങളാണ്. ആദ്യം നാം ഇന്ന് പഠിക്കുന്ന ആയത്തുകളുടെ പദങ്ങളുടെ അർത്ഥവും ആയത്തുകളുടെ സാരവും നമുക്ക് പഠിക്കാം ഇൻഷാ അല്ലാഹ്. എല്ലാവരും ശ്രദ്ധിക്കുക, കൃത്യമായി പഠിക്കുക, വീണ്ടും വീണ്ടും ആവർത്തിച്ച് കേൾക്കുക, പഠിക്കുക ഇൻഷാ അല്ലാഹ്. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. فإذا نقر في الناقور. فإذا نقر ഊതപ്പെട്ടാൽ, മുഴക്കപ്പെട്ടാൽ, എന്തിൽ? ഫിന്നാഖൂർ കാഹളത്തിൽ. നുഫിഖ ഫിസ്സൂർ നമ്മൾ പല സൂറത്തുകളിലും പഠിച്ചതാണ്. അതിൻ്റെ മറ്റൊരു പദമാണ്, മറ്റൊരു സന്ദേശമാണ് ഈ ആയത്ത്. ഫഇദാ നുഖിറ ഫിന്നാഖൂർ. ഫഇദാ നുഖിറ മുഴക്കത്തോടു കൂടെ ഊതപ്പെട്ടാൽ, എന്തിൽ? നാഖൂർ കാഹളം. ഫിന്നാഖൂർ കാഹളത്തിൽ മുഴക്കപ്പെട്ടാൽ, ഊതപ്പെട്ടാൽ. ഫദാലിക യൗമഇദിൻ യൗമുൻ അസീർ. അപ്പോൾ, എന്നാൽ അത്, യൗമഇദിൻ അന്നത്തെ ദിവസം, യൗമ ദിവസം, യൗമഇദിൻ ആ ദിവസം. ഏ ദിവസം? കാഹളത്തിൽ ഊതപ്പെടുന്ന ആ ദിവസം, അന്ത്യനാളിനെ കുറിച്ചാണ് ഈ ആയത്ത്. ഫദാലിക എന്നാൽ, അപ്പോൾ അന്നത്തെ ആ ദിവസം, യൗമുൻ ഒരു ദിവസമാണ്. എങ്ങനെയുള്ള ദിവസം? അസീർ ഏറ്റവും ഞെരുക്കമുള്ള ദിവസമാണ്, പ്രയാസമായ ദിവസമാണത്.
ഫദാലിക യൗമഇദി യൗമുൻ അസീർ. അപ്പോഴത് അന്നത്തെ ആ ദിവസം ഏറ്റവും ഞെരുക്കമുള്ള ദിവസമായിരിക്കും, പ്രയാസമുള്ള ദിവസമായിരിക്കും. അലൽ കാഫിരീന ഗൈറു യസീർ. അലൽ കാഫിരീന, കാഫിർ അവിശ്വാസികൾ, കാഫിരീൻ അവിശ്വാസികൾ, അലൽ കാഫിരീന അവിശ്വാസികളുടെ മേൽ, ഗൈറു യസീർ എളുപ്പം അല്ലാത്ത, യസീർ ഞെരുക്കമായത്, അതിന്റെ നേർവിപരീതം യസീർ എളുപ്പമായത്, ഗൈറു യസീർ എളുപ്പമല്ലാത്ത, അലൽ കാഫിരീന ഗൈറു യസീർ അവിശ്വാസികളുടെ മേൽ ഒരിക്കലും എളുപ്പമല്ലാത്ത, ഒരു ലഘുവല്ലാത്ത ഒരു ദിവസമായിരിക്കും ആ ദിവസം. ഇതാണ് ആ ആയത്തിന്റെ അർത്ഥം. ഇനി 11ാമത്തെ ആയത്ത്, ദർനി വമൻ ഖലഖതു വഹീദാ. ദർനി എന്നെ വിട്ടേക്കുക, ദർ ഉപേക്ഷിക്കുക, നീ എന്നെ ഉപേക്ഷിക്കുക, എന്നെ വിട്ടേക്കുക. വമൻ ഒരുവനെയും, ഖലഖതു ഞാൻ സൃഷ്ടിച്ചിട്ടുള്ള ഒരുവനെയും, വമൻ ഖലഖതു ഞാൻ സൃഷ്ടിച്ചിട്ടുള്ള ഒരുവനെയും ഒഴിവാക്കുക, വിട്ടേക്കുക. എങ്ങനെ സൃഷ്ടിച്ചിട്ടുള്ളവൻ? വഹീദ ഏകനായിക്കൊണ്ട്, ഒരുവനായിക്കൊണ്ട്. വമൻ ഖലഖതു വഹീദ ഞാൻ ഏകനായി സ്വന്തം സൃഷ്ടിച്ചുണ്ടാക്കിയ ഒരുവനെയും നബിയെ അങ്ങ് ഒഴിവാക്കുക, വിട്ടേക്കുക. ഇതാണ് 11ാമത്തെ ആയത്തിന്റെ അർത്ഥം. ദർനി എന്നെ ഒഴിവാക്കുക, വമൻ ഖലഖതു ഞാൻ ഏകനായി വമൻ ഖലഖതു വഹീദ ഞാൻ ഏകനായി സ്വന്തം ഞാൻ സൃഷ്ടിച്ചുണ്ടാക്കി, അല്ലാഹു പറയാൻ, ഞാൻ സൃഷ്ടിച്ചുണ്ടാക്കിയ ഒരുവനെയും വിട്ടേക്കുക, ഒഴിവാക്കുക. വജഅൽതു ലഹു മാലൻ മംദൂദാ. വജഅൽതു ഞാൻ ആക്കുകയും ചെയ്തിരിക്കുന്നു, ലഹു അവനിക്ക്, ഞാൻ ആക്കുകയും ചെയ്തിരിക്കുന്നു അവനിക്ക്. ഈ ആയത്തുകളൊക്കെ വലീദ് ബിൻ മുഗൈറയുടെ വിഷയത്തിലാണ് ഇറങ്ങിയത്. അത് ഇൻഷാ അല്ലാഹ് വിശദീകരണത്തിൽ പറയാം. 11 മുതൽ 30 വരെയുള്ള ആയത്തുകൾ വലീദ് ബിൻ മുഗൈറ എന്ന മനുഷ്യന്റെ വിഷയത്തിലാണ് അല്ലാഹു തആല അവതരിപ്പിച്ചിട്ടുള്ളത്. ഞാൻ അവനെ ഏകനായി സ്വന്തം, ഞാനാണ് അവനെ സൃഷ്ടിച്ചിരിക്കുന്നത്, അതുകൊണ്ട് അവനെ നീ ഒഴിവാക്കുക എന്ന് നബിയോട് പറയുകയാണ് വലീദ് ബിൻ മുഗൈറയെ കുറിച്ച്. വജഅൽതു ലഹു ഞാൻ അവനെ ആക്കിയിരിക്കുന്നു, കൊടുത്തിരിക്കുന്നു, മാലൻ സമ്പത്തിനെ, മംദൂദ നീട്ടിയിട്ട് കൊടുത്തിരിക്കുന്നു. മംദൂദ ധാരാളമായി അയച്ചിട്ട് കൊണ്ട് ധാരാളം സമ്പത്ത് ഞാൻ വലീദ് ബിൻ മുഗൈറക്ക് കൊടുത്തിരിക്കുന്നു എന്നാണ് അല്ലാഹു പറയുന്നത്. വജഅൽതു ലഹു മാലൻ മംദൂദ അവന് ധാരാളമായി അയച്ചിട്ട് കൊടുക്കപ്പെട്ട ധനവും ഞാൻ ഉണ്ടാക്കി കൊടുത്തു. വബനീന ശുഹൂദ ബനീന ഇബിന് മകൻ, ബനീന ഇബിനിന്റെ ബഹുവചനാണ് ബനീന, സന്താനങ്ങളെയും മക്കളെയും പുത്രന്മാരെയും. വബനീന പുത്രന്മാരെയും, ശുഹൂദ യോഗ്യരായ എന്തിനും സന്നദ്ധരായ തന്റെ ഇടമുള്ള കുറെ പുത്രന്മാരെയും ഞാൻ കൊടുത്തിരിക്കുന്നു. ജഅൽതു ഞാൻ ആക്കിയിരിക്കുന്നു. വമഹത്തു ലഹു തംഹീദാ വമഹത്തു ഞാൻ ശരിപ്പെടുത്തുകയും ചെയ്തു. മഹത്തു ഞാൻ ശരിപ്പെടുത്തി, വമഹത്തു ഞാൻ ശരിപ്പെടുത്തി. ജഅല ആക്കി, ജഅൽതു ഞാൻ ആക്കി. മനസ്സിലായില്ലേ? അതിന് മുകളിൽ കാണാം ഖലഖ സൃഷ്ടിച്ചു, ഖലഖതു ഞാൻ സൃഷ്ടിച്ചു, ജഅൽതു ഞാൻ ആക്കി, വമഹത്തു ഞാൻ ശരിപ്പെടുത്തി. ഒക്കെ അല്ലാഹുവാണ്. ലഹു അവനിക്ക് ഞാൻ ശരിപ്പെടുത്തി, സൗകര്യപ്പെടുത്തി കൊടുക്കുകയും ചെയ്തു. തംഹീദ ഒരു സൗകര്യപ്പെടുത്തൽ ഞാൻ സൗകര്യപ്പെടുത്തി കൊടുക്കുകയും ചെയ്തു. സുമ്മ യത്മഉ അൻ അസീദ് പിന്നെ യത്മഉ അവൻ മോഹിക്കുന്നു. വലീദ് ബിൻ മുഗൈറയെ കുറിച്ചാണ് എന്ന് പറഞ്ഞല്ലോ, അവനെ കുറിച്ചാണ് ഈ ആയത്തുകളൊക്കെ. സുമ്മ യത്മഉ പിന്നെയും അവൻ മോഹിക്കുന്നു. അൻ അസീദ സാദ വർദ്ധിപ്പിച്ചു. അൻ അസീദ ഞാൻ അവനെ വർദ്ധിപ്പിച്ചു കൊടുക്കണമെന്ന്, അസീദ ഞാൻ വർദ്ധിപ്പിച്ചു കൊടുക്കണമെന്ന് അവൻ മോഹിക്കുന്നു. പിന്നെയും ഞാൻ അവനെ ധാരാളം സൗകര്യപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്, ധാരാളം മക്കളെ കൊടുത്തു, ധാരാളം സമ്പത്തുകൾ അയച്ചിട്ട്, കൈ അയച്ചിട്ട് ഞാൻ അവന് ധാരാളം സമ്പത്ത് കൊടുത്തു, ധാരാളം മക്കളെ കൊടുത്തു, ധാരാളം സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തു. എന്നിട്ടും അവന്റെ ആ ആഗ്രഹം മതിയാകുന്നില്ല.
സുമ്മ യത്മഉ അൻ അസീദ്, പിന്നെയും ഞാൻ അവന് വർദ്ധിപ്പിച്ചു കൊടുക്കാൻ വേണ്ടിയാണ് അവൻ മോഹിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇനിയും കിട്ടണം കിട്ടണം എന്നതാണ് വലീദ് ബിൻ മുഗീറയുടെ ആഗ്രഹം. എന്നിട്ട് അള്ളാഹു പറയാ, കല്ലാ ഇന്നഹു കാന ലിആയാതിനാ അനീദാ, കല്ലാ വേണ്ട, അങ്ങനെയല്ല, കാര്യം അങ്ങനെയല്ല. ഇന്നഹു കാന, നിശ്ചയമായും, ഇന്നഹു തീർച്ചയായും അവൻ, കാന ആയിരിക്കുന്നു, ഇന്നഹു കാന തീർച്ചയായും അവനായിരിക്കുന്നു, ലിആയാതിന നമ്മുടെ ആയത്തുകളോട്, ആയത്ത് ദൃഷ്ടാന്തം, ആയാത്തിന ആയാത്ത് ദൃഷ്ടാന്തങ്ങൾ, ആയാത്തിന നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ, ലിആയാതിന നമ്മുടെ ദൃഷ്ടാന്തങ്ങളോട്, അനീജാ ധിക്കാരം പ്രവർത്തിക്കുന്നവനായിരിക്കുന്നു, ധിക്കാരിയായിരിക്കുന്നു, അതിനോട് മത്സരം ഉള്ള ഒരു വ്യക്തിയായിരിക്കുന്നു അവൻ. 16-ാമത്തെ ആയത്തിന്റെ അർത്ഥം, വേണ്ട, അവൻ നമ്മുടെ ലക്ഷ്യങ്ങളോട്, നമ്മുടെ ദൃഷ്ടാന്തങ്ങളോട്, നമ്മുടെ ആയത്തുകളോട് ധിക്കാരക്കാരനായി മാറിയിരിക്കുകയാണ്. സഉർഹിഖുഹു സുഊദാ, സഉർഹിഖുഹു വഴിയെ ഞാൻ അവനെ പ്രേരിപ്പിക്കും. അല്ലാഹു പറയാ, ആ വലീദ് ബിൻ മുഗീറയെ ഞാൻ നിർബന്ധിപ്പിക്കും. സഉർഹിഖുഹു ഞാൻ അവനെ നിർബന്ധിപ്പിക്കും. സുഊദാ കയറ്റം കയറുവാൻ, സഊദ് പിന്നെ കയറുക എന്നൊക്കെയാണ് അതിന്റെ അർത്ഥം. സഊദ ചുരം കയറുവാൻ, അല്ലെങ്കിൽ കയറ്റം കയറുവാൻ, അല്ലെങ്കിൽ വലിയ ഞെരുക്കത്തിന് വേണ്ടി ഞാൻ അവനെ നിർബന്ധിപ്പിക്കുക തന്നെ ചെയ്യും. ഞെരുക്കം അനുഭവിക്കുവാൻ വഴിയെ ഞാൻ അവനെ നിർബന്ധിപ്പിക്കും, ഞാൻ അവനെ പ്രേരിപ്പിക്കും എന്നാണ് അല്ലാഹു തആല പറയുന്നത്. സഉർഹിഖുഹു സുഊദാ, ഞാൻ അവനെ കയറ്റം കയറുവാൻ, ചുരം കയറുവാൻ, ഞെരുക്കം അനുഭവിക്കുവാൻ ആ വലീദ് ബിൻ മുഗീറയെ ഞാൻ നിർബന്ധിപ്പിക്കുന്നതാണ്. ഇതാണ് ഈ ആയത്തുകളിലെ പദങ്ങളുടെയും ആയത്തിന്റെ സാരവും. എല്ലാവരും അതൊന്ന് ശ്രദ്ധിക്കുക. പ്രത്യേകമായ പദങ്ങൾ പ്രത്യേകമായ ശ്രദ്ധയോടുകൂടെ കേട്ടും വായിച്ചും മനസ്സിലാക്കുക. ഇനി ഇൻഷാ അല്ലാഹ് ഈ ആയത്തുകളുടെ അല്പം വിശദീകരണം പഠിക്കാം. ആദ്യ 3 ആയത്തുകളുടെ വിശദീകരണം ആവശ്യമില്ല. ഇസ്രാഫീൽ അലൈഹിസ്സലാം സൂറന്ന കാഹളത്തിൽ ഊതപ്പെടുന്ന ആ ദിവസം, അന്ത്യനാളെന്ന ഭയാനകരമായ ആ സംഭവത്തിന്റെ ദിവസം, സൂറത്തുൽ വാഖിഅയിലും മറ്റു പല സൂറത്തുകളിലും അന്ത്യനാളിന്റെ ഭയാനകതകളെ കുറിച്ച്, അതിന്റെ വ്യത്യസ്തമായിരിക്കുന്ന പേരുകൾ വരാനുള്ള സാഹചര്യങ്ങളെ കുറിച്ച്, അതിന്റെ അർത്ഥങ്ങളുടെ തലങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ വിശദീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് വിശദീകരിക്കുന്നില്ല. സൂറന്ന കാഹളത്തിൽ അങ്ങ് ഊതപ്പെടുമ്പോ അത് ഏറെ പ്രയാസകരമായ ഒരു ദിവസമായിരിക്കും. അവിശ്വാസികളുടെ മേൽ ഒരിക്കലും ഒരു ലഘൂകരണവുമില്ലാത്ത, നിസാരമല്ലാത്ത ഒരു ദിവസമാണത് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. ഇസ്രാഫീൽ അലൈഹിസ്സലാം അദ്ദേഹമാണ് ആ കൊമ്പിൽ ഊതുന്ന ആള്, കാഹളത്തിൽ ഊതപ്പെടാൻ നിയോഗിക്കപ്പെട്ട മലക്ക്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നുണ്ട്, ആ കൊമ്പ് ഇങ്ങനെ വായിൽ വെച്ചിട്ട് ഇസ്രാഫീൽ അലൈഹിസ്സലാം എപ്പോഴാണ് അള്ളാഹുവിന്റെ കൽപ്പന വരിക എന്ന് ഇങ്ങനെ കാത്തിരിക്കുകയാണ്. ആ സൂറന്ന കാഹളം വായിൽ വെച്ചിട്ട് ആ ഊത്തിന് വേണ്ടി, അള്ളാഹുവിന്റെ കൽപ്പന വരാൻ വേണ്ടി. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാ, എപ്പോഴാണത് അറിയില്ല, എന്നാണത് അറിയുകയില്ല. പ്രിയപ്പെട്ട പ്രവാചകൻ പറയാ, അങ്ങനെ ആ ഇസ്രാഫീൽ ആ കൊമ്പ് വായിൽ വെച്ചുകൊണ്ട് അള്ളാഹുവിന്റെ കൽപ്പനയ്ക്ക് വേണ്ടി ഇങ്ങനെ കാത്തിരിക്കുമ്പോ എങ്ങനെയാണ് എനിക്ക് സുഖജീവിതം അനുഭവിക്കാൻ കഴിയുക? അള്ളാന്റെ റസൂൽ ഇത് സ്വഹാബത്തിനോട് പറഞ്ഞപ്പോ സ്വഹാബികൾ ചോദിക്കുന്നുണ്ട്, നബിയെ, ഞങ്ങൾ എന്തു ചെയ്യണമെന്നാണ് അവിടുന്ന് ഞങ്ങളോട് കൽപ്പിക്കപ്പെടുന്നത്? ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? എന്താണ് ഞങ്ങൾ ചെയ്യേണ്ടത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, നിങ്ങൾ പറയുക, ഹസ്ബുനല്ലാഹ് ഹസ്ബുനല്ലാഹു വ നിഅമൽ വകീൽ അലല്ലാഹി തവക്കൽനാ, ഞങ്ങൾക്ക് അല്ലാഹു മതി, അവൻ ഭാരമേൽപ്പിക്കുവാൻ എത്രയോ നല്ലവനാണ്, ഞങ്ങൾ ഇതാ അള്ളാഹുവിന്റെ മേൽ ഭാരമേൽപ്പിച്ചിരിക്കുന്നു എന്ന് നിങ്ങൾ പറഞ്ഞുകൊള്ളുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ മനസ്സിന് ശാന്തി നൽകുന്ന ഒരു വർത്തമാനമാണത്. ഹസ്ബുനല്ലാഹ്, നമുക്ക് അല്ലാഹു മതി. നമ്മുടെ എന്ത് പ്രതിസന്ധികളും, എന്ത് പ്രയാസങ്ങളും, രോഗങ്ങളും, കഷ്ടപ്പാടുകളും, വേദനകളും, ദാരിദ്ര്യങ്ങളും എന്തുണ്ടാകുമ്പോഴും, എന്ത് തന്നെ പീഡനങ്ങളും, ബഹിഷ്കരണങ്ങളും, കഷ്ടപ്പാടുകൾ ഉണ്ടാകുമ്പോഴും, പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിങ്കലേക്ക് തവക്കുലാക്കാൻ നമുക്ക് കഴിയണം. നമ്മുടെ പ്രതിസന്ധികൾ അറിയുന്നവൻ അള്ളാഹുവാണ്. പരിഹാരം കാണിച്ചു തരാൻ അള്ളാഹ്ക്ക് മാത്രമേ കഴിയൂ. അതുകൊണ്ട് ഹസ്ബുനല്ലാഹ്, ഞങ്ങൾക്ക് അല്ലാഹു മതി, ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ വരമേൽപ്പിക്കുവാൻ ഏറ്റവും അർഹതപ്പെട്ടിട്ടുള്ളത് അള്ളാഹുവാണ്. എന്റെ എല്ലാ കാര്യങ്ങളും, ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും, ഞങ്ങളുടെ മക്കളെയും സന്താനങ്ങളെയും വീടിനെയും നാടിനെയും കച്ചവടത്തിനെയും എല്ലാം, ഞങ്ങളുടെ എല്ലാ വിഷയങ്ങളെയും ഞങ്ങൾ ഇതാ അള്ളാഹുവിൽ വരമേൽപ്പിച്ചിരിക്കുന്നു എന്ന് നിങ്ങൾ പറയുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അത് മഹത്തായ ഒരു ദിക്റാണ്,
മഹത്തായ പ്രാർത്ഥനയാണ്. അത് നിരന്തരമായി അർത്ഥം മറിഞ്ഞുകൊണ്ട് നമ്മൾ പാരായണം ചെയ്യുകയും പറയുകയും ചെയ്യുക. ഇനിയുള്ള ആയത്തുകളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. 11 മുതൽ 30 വരെയുള്ള വചനങ്ങൾ. ആ വചനങ്ങൾ നേരത്തെ ഞാൻ സൂചിപ്പിച്ചു, വലീദ് ബിൻ മുഗൈറയുടെ വിഷയത്തിലാണ് ഈ സുദീർഘമായ ഈ ആയത്തുകൾ ഇറങ്ങിയിരിക്കുന്നത്. 7 മുതൽ 30 വരെയുള്ള ആയത്തുകൾ വലീദ് ബിൻ മുഗൈറയുടെ വിഷയത്തിലാണ് അവതരിച്ചത് എന്ന കാര്യത്തിൽ മുഫസ്സിറുകൾക്കിടയിൽ കാര്യമായ തർക്കങ്ങളൊന്നുമില്ല. ഏകദേശം എല്ലാവരും ഇത് വലീദ് ബിൻ മുഗൈറയുടെ വിഷയത്തിലാണ് അവതരിച്ചത് എന്ന് കാണാൻ കഴിയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലേക്ക് ഒരു ദിവസം വലീദ് ബിൻ മുഗൈറ വരുന്നുണ്ട്. അള്ളാഹുവിന്റെ റസൂല് വലീദ് ബിൻ മുഗൈറക്ക് വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകൾ ഓതിക്കൊടുത്തപ്പോ ഇവന് ചെറിയ ഒരു മനമാറ്റം, അവന്റെ ഹൃദയത്തിലെ ഒരു അലിവ് ഈ വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകൾ ചെറിയ ഒരു സ്വാധീനമുണ്ടാക്കി. അങ്ങനെ ശത്രുക്കളാകുന്ന ആളുകൾ, അബൂജഹൽ അടക്കമുള്ള ആളുകൾ വലീദ് ബിൻ മുഗൈറക്ക് ഒരു മാറ്റം ഉണ്ടായിട്ടുണ്ടോ എന്ന ഒരു സംശയം ഉണ്ടാവുകയും വലീദ് ബിൻ മുഗൈറയുടെ അരികിലേക്ക് ചെന്നിട്ട് അബൂജഹലും മറ്റുള്ള ആളുകളൊക്കെ ഈ ഒരു വിഷയത്തെക്കുറിച്ച് അഭിപ്രായം ചോദിക്കുന്നുണ്ട്. അങ്ങനെ അബൂജഹൽ വലീദ് ബിൻ മുഗൈറയുടെ അരികിൽ ചെന്നുകൊണ്ട് പറഞ്ഞു, നിങ്ങൾക്ക് എന്താണ് മുഹമ്മദിനെ കുറിച്ചുള്ള അഭിപ്രായം? എന്തെങ്കിലും ഒരു അഭിപ്രായം നിങ്ങൾ പറയണം എന്ന് പറഞ്ഞു. മുഹമ്മദിനെ കുറിച്ച് എന്തെങ്കിലും ഒരു അഭിപ്രായം വലീദ് ബിൻ മുഗൈറ നിങ്ങൾ പറയണം. കാരണം അബൂജഹലോ ആളുകളൊക്കെ വിചാരിച്ചത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖുർആനിന്റെ ആയത്തുകൾ കേട്ട് വലീദ് ബിൻ മുഗൈറ ഇസ്ലാമിലേക്ക് പോകുകയും മുഹമ്മദിൽ വിശ്വസിക്കുകയും ചെയ്തോ എന്ന സംശയം അത് തീർക്കുകയാണ് ഇവരുടെ ഉദ്ദേശം. വലീദ് ബിൻ മുഗൈറയോട് പറഞ്ഞു, എന്തെങ്കിലും ഒരു അഭിപ്രായം അവനെ കുറിച്ച് നിങ്ങൾ പറയണം, അല്ലെങ്കിൽ അവനെ കുറിച്ച് മോശമായ അഭിപ്രായം പറയണം മുഹമ്മദിനെ കുറിച്ച്. ആ സമയത്ത് വലീദ് പറഞ്ഞു, എനിക്ക് എന്ത് പറയാനാണ് അവനെ കുറിച്ച്? എന്തഭിപ്രായമാണ് ഞാൻ അവനെ കുറിച്ച് പറയുക? അള്ളാഹു തന്നെയാണ് സത്യം. നിങ്ങളിൽ ഒരാളും തന്നെ എന്നേക്കാൾ കവിത അറിയുന്നവനല്ല. എന്നേക്കാൾ പദ്യമോ പാട്ടോ അറിയുന്ന ഒരാളും നിങ്ങളുടെ കൂട്ടത്തിൽ എന്നേക്കാളില്ല. വലീദ് ബിൻ മുഗൈറ പറയാണ്, ഞാനാണ് ഏറ്റവും നല്ല കവി, ഞാനാണ് ഏറ്റവും നല്ല പാട്ടുകാരൻ. എന്നിട്ട് വലീദ് ബിൻ മുഗൈറ അബൂജഹലിനോട് പറഞ്ഞു, മുഹമ്മദ് പറയുന്ന വാക്കിന് ഒരു മാധുര്യമുണ്ട് എന്നത് സത്യമാണ്. അവൻ പറയുന്ന ഓരോ വാക്കുകളും, അവൻ ഓതുന്ന ആയത്തുകൾ, അതിനൊരു മാധുര്യമുണ്ട്. അത് മറ്റെല്ലാത്തിനേക്കാളും അത് ഉന്നതമായി നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട്. ആ സമയത്ത് അബൂജഹൽ പറയുന്നുണ്ട്, അവനെപ്പറ്റി വല്ലതും എന്തെങ്കിലും മോശമായി പറയാതെ വലീദ് ബിൻ മുഗൈറ, നിങ്ങളുടെ ജനത നിങ്ങളെ വെറുതെ വിടുകയില്ല, നിങ്ങളുടെ ജനത ഒരിക്കലും തൃപ്തിപ്പെടുകയില്ല. അതുകൊണ്ട് മുഹമ്മദിനെ കുറിച്ച് എന്തെങ്കിലും ഒന്ന് മോശമായി നിങ്ങൾ പറയണം എന്ന് പറഞ്ഞു. ആ സമയത്ത് വലീദ് ബിൻ മുഗൈറ പറഞ്ഞു, എനിക്ക് കുറച്ച് സമയം തരണം, ഞാനൊന്ന് ആലോചിക്കട്ടെ എന്താണ് മുഹമ്മദിനെ കുറിച്ച് പറയേണ്ടത്. ഒരു അഭിപ്രായം ആ സമയത്ത് പറഞ്ഞില്ല. മുഹമ്മദിന്റെ വാക്കുകൾക്ക് ഒരു മാധുര്യമുണ്ട്, എന്ത് പറഞ്ഞാലും ആ മുഹമ്മദിന്റെ വാക്കാണ് ഉയർന്നു നിൽക്കുക, അങ്ങനത്തെ ഒരു അഭിപ്രായം പറഞ്ഞു. നിങ്ങൾ മോശമായി പറയാതെ ഒരിക്കലും നിങ്ങളുടെ ജനത ഒരു തൃപ്തിയുള്ളവനാവുകയില്ല എന്ന് പറഞ്ഞു. ആലോചിക്കാൻ സമയം കൊടുത്തു. അങ്ങനെ കുറെ സമയം കഴിഞ്ഞു. ആലോചിച്ച് വന്നിട്ട് ഈ വലീദ് ബിൻ മുഗൈറ പറഞ്ഞു, എന്താണ് പറഞ്ഞത്? അത് മറ്റു ചിലരിൽ നിന്ന് മാരണമല്ലാതെ മറ്റൊന്നുമല്ല. മുഹമ്മദ് പറയുന്നതിന് ഒരു മാധുര്യമുണ്ട്, പക്ഷെ അതൊരു മാരണമാണ്. ഇൻ ഹാദാ ഇല്ലാ സിഹ്റുൻ യുഅ്സറു അൻ ഗൈരിഹി. അത് മറ്റു ചിലരിൽ നിന്ന് കിട്ടുന്ന മാരണമല്ലാതെ മറ്റൊന്നുമല്ല. അവൻ പറയുന്നതൊക്കെ ഒരു മാരണത്തിന്റെ അടിസ്ഥാനത്തിൽ, സിഹറിന്റെ അടിസ്ഥാനത്തിലാണ് അവന്റെ വർത്തമാനം. അതുകൊണ്ടാണ് അതിനൊരു മാധുര്യമൊക്കെ ഉണ്ടാകുന്നത് എന്ന അഭിപ്രായമാണ് ആലോചിച്ച് വന്നതിന് ശേഷം ആര് പറഞ്ഞത്? വലീദ് ബിൻ മുഗൈറ പറഞ്ഞത്. അവർക്ക് സത്യം ബോധ്യപ്പെടാത്തത് കൊണ്ടായിരുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകൾ കേട്ടപ്പോ അത് ഒരിക്കലും ഒരു മനുഷ്യന് പറയാൻ കഴിയാത്ത വാചകമാണെന്നും അത് വിശുദ്ധ ഖുർആനാണെന്നും ദൈവീകമാണെന്നും കൃത്യമായി ബോധ്യപ്പെട്ടതിന് ശേഷവും ജനങ്ങളുടെ സപ്പോർട്ട് കിട്ടുവാൻ, തന്റെ കൂട്ടുകാരുടെ നാട്ടുകാരുടെ അവഹേളനങ്ങൾ തനിക്കുണ്ടാകുമെന്ന് ഭയപ്പെട്ടുകൊണ്ട് വലീദ് ബിൻ മുഗൈറ എന്തു പറഞ്ഞു? അതൊരു മാരണത്തിന്റെ വർത്തമാനമാണ്. ആ ഒരു രീതിയിലാണ് ആ മുഹമ്മദ് ഈ കാര്യങ്ങളെല്ലാം പറയുന്നത് എന്ന് പറഞ്ഞ ഈ സന്ദർഭത്തിലാണ് ഏത് ആയത്തിറങ്ങുന്നത്? 11 മുതലുള്ള 30 വരെയുള്ള വചനങ്ങൾ ഇറങ്ങുന്നത്.
അപ്പൊ ഈ വലീദ് ബിൻ മുഗീറയെ കുറിച്ചാണ് അല്ലാഹു തആല പറഞ്ഞത് എന്ത്? ദർനീ വമൻ ഖലഖതു വഹീദാ, എന്നെയും ഞാൻ ഏകനായി സ്വന്തം സൃഷ്ടിച്ചുണ്ടാക്കിയ അവനെയും വിട്ടേക്കുക, അവന്റെ കാര്യം ഞാൻ ഏറ്റുകൊള്ളാം നബിയേ. വമൻ ഖലഖതു വഹീദാ, അവനെ ഏകനായി സൃഷ്ടിച്ചുണ്ടാക്കിയത് ഞാനാണ്, അവനെ സൃഷ്ടിച്ചത് ഞാനാണ്. എനിക്ക് കൂട്ടാളികളായി അവനെ സൃഷ്ടിക്കാൻ ഒരാളും ഉണ്ടായിരുന്നില്ല. അവനെ ഏകനായി ഞാനാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. ഏതെങ്കിലും ഒരാളുടെ ഏതെങ്കിലും തരത്തിലുള്ള സഹായമില്ലാതെ അവനെ ഞാൻ ഒറ്റക്ക് സൃഷ്ടിച്ചുണ്ടാക്കിയതാണ്. ആ സൃഷ്ടിച്ചുണ്ടാക്കിയ അവനെ ഒഴിവാക്കിയേക്കുക. മറ്റൊരു വ്യാഖ്യാനം കാണാം. വഹീദ് എന്നത് ഇവന്റെ ഒരു ഓമന പേരായിരുന്നു. ഇവന്റെ ഒരു വലീദ് ബിൻ മുഗീറയുടെ ഒരു ഓമന പേരായിരുന്നു. എനിക്ക് തുല്യനായി മറ്റൊരാളുമില്ല, ഞാൻ നല്ല പാട്ടുകാരനാണ്, ഞാൻ നല്ല കവിയാണ്, എന്നോളം വിവരമുള്ള മറ്റൊരാളുമില്ല, ഞാൻ മാത്രമേ ഉള്ളൂ എന്ന അർത്ഥത്തിൽ അവന് തന്നെ മറ്റുള്ള ആളുകളൊക്കെ അവൻ അങ്ങനെ ഒരു പേരിട്ടിരുന്നു. ഏതായിരുന്നാലും അവനെ ഖലഖതു വഹീദാ, ഞാനാണ് അവനെ സൃഷ്ടിച്ചുണ്ടാക്കിയത്, മറ്റൊരാളുടെയും സഹായമില്ലാതെ അവനെ ഞാൻ സൃഷ്ടിച്ചുണ്ടാക്കി. അതുകൊണ്ട് ആ വലീദ് ബിൻ മുഗീറയെ നബിയെ ഒഴിവാക്കിയേക്കുക, വിട്ടേക്കുക, അവന്റെ കാര്യം ഞാൻ ഏറ്റെടുത്തു കൊള്ളാം, അവൻ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം, അത് ഞാൻ തീരുമാനിച്ചു കൊള്ളാം നബിയെ. എന്നിട്ട് അല്ലാഹു പറയാ വജഅൽതു ലഹു മാലം മംദൂദാ, അവന് ധാരാളമായി ഞാൻ അയച്ചിട്ടു കൊടുത്തു, ധനം ഞാൻ ഉണ്ടാക്കി കൊടുത്തു. വലിയ സമ്പന്നനായിരുന്നു അവൻ, വലിയ സമ്പന്നനായിരുന്നു. ധാരാളമായ സമ്പത്ത് ഞാൻ അവന് കൊടുത്തു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. ധാരാളം സമ്പത്തിന്റെ ഉടമയായിരുന്നു അവൻ, വലിയ സമ്പത്തുണ്ടായിരുന്നു, ഒരുപാട് ദീനാറുകളുടെ കൂട്ടങ്ങൾ ഉണ്ടായിരുന്നു, വലിയ ആട്ടിന്റെയും അതുപോലെ ഒട്ടകത്തിന്റെയും ഒരുപാട് പറഞ്ഞറിയിക്കാൻ കഴിയാത്ത അത്രയും വലിയ ധനം അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് കൊടുത്തു. ഇനിയോ വബനീന ശുഹൂദാ, എന്തിനും സന്നദ്ധരായ കുറെ പുത്രന്മാരെയും ഞാൻ കൊടുത്തിരിക്കുന്നു. കാനു അശറച്ച, എത്ര മക്കളുണ്ടായിരുന്നു? പണ്ഡിതന്മാര് പറയുന്നുണ്ട് 10 മക്കളുണ്ടായിരുന്നു, അതല്ല അവന് 12 മക്കളുണ്ടായിരുന്നു. അങ്ങനെ പല അഭിപ്രായങ്ങളുമുണ്ട്. ഏതായിരുന്നാലും 10-12 മക്കൾ അവനിക്കുണ്ടായിരുന്നു. എന്നാൽ അതിൽ ചില മക്കൾ വിശ്വാസികളായിരുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വിശ്വസിച്ചിരുന്നു എന്നും ഹദീസുകളിൽ നമുക്ക് കാണാൻ കഴിയും. അസ്ലമ മിൻഹും സലാസ, 3 ആളുകൾ, അവന്റെ ഒരുപാട് മക്കൾ ഉണ്ടായിരുന്നു, ആ മക്കളിൽ 3 ആളുകൾ മുസ്ലിമീങ്ങളായിരുന്നു. അത് ഖാലിദ് വഹിഷാം വൽ വലീദ് ബിനുൽ വലീദ്, ഈ 3 ആളുകൾ വിശ്വാസികളായിരുന്നു എന്നും നമുക്ക് കാണാൻ കഴിയും. ഏതായിരുന്നാലും വബനീന ശുഹൂദ, അല്ലാഹു തആല പറയുന്നു അവന് വലിയ സമ്പത്ത് കൊടുത്തു, എന്തിനും സന്നദ്ധരായ കുറെ പുത്രന്മാരെയും മക്കളെയും ഞാൻ കൊടുത്തു. അതുപോലെ വമഹതു ലഹു തംഹീദ, ഞാൻ അവന് നല്ല സൗകര്യങ്ങൾ ഏർപ്പെടുത്തി കൊടുക്കുകയും ചെയ്തു, എല്ലാവിധ സൗകര്യങ്ങളും ഞാൻ അവന് ഏർപ്പെടുത്തി കൊടുക്കുകയും ചെയ്തു. എന്നിട്ട് അല്ലാഹു പറയുന്നു പിന്നെയും ഞാൻ വർദ്ധിപ്പിച്ചു കൊടുക്കുവാൻ അവൻ മോഹിച്ചു കൊണ്ടിരുന്നു. അത് മൊത്തത്തിൽ മനുഷ്യന്മാരുടെ ഒരു സ്വഭാവമാണ്, എത്ര കിട്ടിയാലും തേച്ചപ്പാടുണ്ടാവില്ല. അള്ളാന്റെ റസൂല് പറഞ്ഞില്ലേ, സ്വർണത്തിന്റെ 2 തായ് വരെ തന്നെ കൊടുത്താലും വീണ്ടും കിട്ടണം എന്ന് ആഗ്രഹിക്കും, മരിക്കണത് വരെ. ഖബറിൽ കൊണ്ടുപോയി വെക്കുന്നത് വരെ, മരണം വരെ മനുഷ്യന്മാരുടെ ആർത്തി തീരില്ല. അത്രയും കൊടുത്തിട്ടും വീണ്ടും അവന് കിട്ടണം, ഞാൻ കൊടുക്കണം, വർദ്ധിപ്പിച്ചു കൊടുക്കണം എന്നതായിരുന്നു അവന്റെ ആഗ്രഹം. എന്നാൽ കല്ല ഇന്നഹു കാന ലി ആയാതിന അനീദ, വേണ്ട, അവൻ നമ്മുടെ ആയത്തുകളോട് ധിക്കാരം കാണിച്ചവനാണ്. സഉർഹിഖുഹു സഊദ, ഞാൻ അവനെ കയറ്റം കയറുവാൻ, ഞെരുക്കം അനുഭവിക്കുവാൻ തീർച്ചയായും ഞാൻ അവനെ നിർബന്ധിപ്പിക്കുക തന്നെ ചെയ്യും എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. നമ്മുടെ ലക്ഷ്യങ്ങളെയും ദൃഷ്ടാന്തങ്ങൾക്ക് നേരെ ധിക്കാരവും മാത്സര്യവും സ്വീകരിച്ചവനാണവൻ. അതൊരിക്കലും അവന്റെ നല്ലതിനല്ല. ആ വ്യാമോഹങ്ങളൊക്കെ അവനങ്ങ് ഒഴിവാക്കിയേക്കട്ടെ. അവനെ നാം വെറുതെ വിടുമെന്ന് ഒരിക്കലും അവൻ കരുതേണ്ടതില്ല. തീർച്ചയായും താമസിയാതെ അവനിക്ക് സഹിക്കാൻ കഴിയാത്ത ശിക്ഷയാകുന്ന വൻചുരത്തിൽ അവനെ നാം നിർബന്ധിപ്പിച്ചു കയറ്റുക തന്നെ ചെയ്യും എന്നാണ് അല്ലാഹു തആല പറയുന്നത്. സഉർഹിഖുഹു സഊദ, ഞാൻ അവനെ കയറ്റം കയറുവാൻ വഴിയെ നിർബന്ധിപ്പിക്കുമെന്ന് പറഞ്ഞാൽ അധികം താമസിയാതെ
അസഹ്യമായ സഹിക്കാൻ കഴിയാത്ത ശിക്ഷയാകുന്ന വൻചുരത്തിൽ അവനെ നാം നിർബന്ധിച്ചു കയറ്റുക തന്നെ ചെയ്യും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ കുറിച്ച് പറയുകയാണ്. പഠിക്കാനും പകർത്താനും ഇതിൽ നിന്നെല്ലാം പാഠങ്ങൾ ഉൾക്കൊള്ളുവാനും നമുക്ക് കഴിയണം. അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെ നിഷേധിച്ച, അതിനെ പരിഹസിച്ച, അതിനെനിക്ക് വേണ്ടെന്ന് പറഞ്ഞ ഒരാളെയും അല്ലാഹു സുബ്ഹാനഹു വ തആല വെറുതെ വിട്ടിട്ടില്ല എന്ന മഹത്തായ പാഠം സന്ദേശം ഈ ആയത്തിലുണ്ട്. പഠിക്കുക, പകർത്തുക. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.